ലാൽ ജോസിന്റെ നീലത്താമലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നായികയാണ് അർച്ചന കവി. സിനിമയിൽ മലയാള തനിമ തുളുമ്പുന്ന പക്ക നാട്ടുംപുറത്തുകാരി കുഞ്ഞുമോൾ എന്ന കഥാപാത്രത്തെയായിരുന്നു താരം ഇതിൽ അവതരിപ്പിച്ചത്. തൊട്ടടുത്ത വർഷം റിലീസ് ചെയ്ത മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനും മികച്ച അഭിപ്രായം ലഭിച്ചു. അതിനുശേഷം അത്തരത്തിലൊരു വേഷം അർച്ചനയെ തേടി എത്തിയിരുന്നില്ല. പേരിലെ കൗതുകം കൊണ്ട് തുടക്കകാലത്ത് പലരും കവി എന്നതിന്റെ അർത്ഥം തിരഞ്ഞിരുന്നു. തന്റെ കുടുംബപ്പേരാണ് അതെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഇത്തരത്തിൽ പേരിനറ്റത്ത് കവി എന്ന് വെളിപ്പേരുണ്ടെന്നും അർച്ചന കവി പറഞ്ഞിരുന്നു. സിനിമയിൽ നിന്ന് ഏറെ നാളുകളായി വിട്ടുനിൽക്കുകയാണ് താരം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്നും സജീവമാണ്. താരം പങ്കുവെക്കുന്ന പല വീഡിയോകളും വലിയ ശ്രദ്ധ നേടാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം വൈറലായിരുന്നു. എനിക്കൊരു കാര്യം പറയണം, ഐ ലവ് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. ചില കമന്റുകൾ റിയാക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ആരോ 1.5 സ്പീഡെന്ന് കമന്റ് ഇട്ടതിന് വളരെ സ്പീഡ് കുറച്ചായിരുന്നു അതിന് റിയാക്ട് ചെയ്തത്. പൊതുവെ പലതരം ബുള്ളിങ് നേരിട്ടുണ്ടെങ്കിലും അവയെല്ലാം തമാശ രൂപേണ അല്ലെങ്കിൽ തിരിച്ച് ട്രോൾ ചെയ്യുന്ന പോലെയാണ് താരം പ്രതികരിക്കാറ്. മറ്റൊരു കമന്റ് മലയാളം അറിയില്ലേ എന്നായിരുന്നു. അതിനും അർച്ചനയുടെ മറുപടി രസകരമാണ്. എനിക്ക് മലയാളം നന്നായി അറിയാം, പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ മലയാളത്തിൽ വാക്കുകൾ കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷയും മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് നടി മറുപടി പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നരച്ച മുടിയുമായി വീഡിയോ ചെയ്യുന്ന അർച്ചനയാണ്. അതിനാൽ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളും അത്തരത്തിലായിരുന്നു. മുടി നരച്ചു തുടങ്ങിയല്ലോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. ഒരാൾ പറഞ്ഞത് 90s കിഡ്സിൽ ഒരാൾ കൂടെ നരച്ചു കണ്ടപ്പോൾ ഒരാശ്വാസം എന്നായിരുന്നു. ചില ട്രെൻഡിങ് ട്രോൾ ഡയലോഗുകളും പറയുന്നു. 2016 വിവാഹത്തിന് ശേഷമായിരുന്നു സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നത്. മാത്രമല്ല തുടരെയുള്ള പരാജയങ്ങളും സിനിമ ഉപേക്ഷിക്കാൻ കാരണമായി. എന്നാൽ 2021 അബീഷ് മാത്യുവിനൊപ്പമുള്ള വിവാഹബന്ധം വേർപെടുത്തി. അതിനുശേഷം മലയാളത്തിൽ രാജാ റാണി എന്ന സീരിയൽ ചെയ്തിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അതിൽ നിന്നും പിന്നീട് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസും മറ്റും വീഡിയോകളും ചെയ്ത് താരം തിരക്കിലാണ്.